ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തൊക്കെ ഡിസിഷൻസും എന്തൊക്കെ ചേഞ്ചസും ഒക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിന് കൂടുതലും ബലം, അതായത് സ്ട്രെങ്ത് കൊടുത്ത് നമുക്ക് കൂടുതൽ മുന്നോട്ട് നാളെ നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിങ്ങുമാണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആവുകയാണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. സോ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ നല്ലൊരു ക്യാരക്ടറുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ആ ഒരു പേഴ്സൺ നിങ്ങൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിലും നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെങ്ത്തൊക്കെ തരുന്നൊരു പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് എന്താ പറയുക, നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ആ ഒരു പേഴ്സൺ ചെയ്യും. നിങ്ങളില്ല എങ്കിൽ ആ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി ഡൗൺ ആവും. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളില്ലാതെ ആ ഒരു പേഴ്സണ് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്മൂത്തായിട്ടൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. പുറത്തുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് കപ്പിൾസ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങളും ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ബഹുമാനത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതിൽ രണ്ടുപേർക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഒരു എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ള പോലത്തെ തന്നെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ 100% എന്തും തികഞ്ഞ കപ്പിൾസൊന്നും അല്ല. പക്ഷെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഭയങ്കര ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ഷമയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം വലിയ രീതിയിൽ വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് കാമാക്കി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്ത് പ്രോബ്ലം ഉണ്ടായാലും അതിന് നല്ല രീതിയിൽ തരണം ചെയ്ത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് കൊണ്ടുവന്നിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ അതായത് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തോട്ട് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾ അത് വെളിയിലോട്ട് കൊടുക്കാതെ നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്ത് അങ്ങനെ അതായത് രണ്ടുപേരും നല്ലൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരാളെ മാത്രം പറഞ്ഞാൽ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പ്യുവർ റിലേഷൻഷിപ്പ് പോകുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പെട്ടെന്നൊരു ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ കുറച്ച് എഫക്റ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ വൈസ് അല്ല, അത് മേ ബി ഒരു ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ജോലിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, പിന്നെ ഫിനാൻസ് റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ അതിൽ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു വിള്ളൽ ഉണ്ടാവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു നെഗറ്റീവ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിന് റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഒരു നെഗറ്റീവ് എനർജി, അത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അതുപോലുള്ള ഒരു എനർജിയുടെ ഇത് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് വ്യക്തമായിട്ട് ധാരണയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം, നിങ്ങളായിട്ടുള്ള റിലേഷൻ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ വളരെ വലിയ മൈൻഡൊന്നും കൊടുക്കാറില്ല. ബിക്കോസ് ഈ ഒരു പേഴ്സണുള്ളിൽ തന്നെ അറിയാം നിങ്ങളുടെ മാരേജിലോട്ട് തന്നെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് ആ വ്യക്തിയുടെ കൂടെ തന്നെ വേണമെന്നൊക്കെ ആ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒക്കെ ചിലപ്പോൾ പെരുമാറാറുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ നല്ലപോലെ അറിയാം കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ്
അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാതെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഓർക്കുന്നത് ഭയങ്കര ശാഠ്യം പിടിച്ചിട്ടുള്ള ഒരാളാണ്. ഈ വ്യക്തി ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. പുള്ളി പറയുന്ന കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് തന്നെ ചില സമയത്ത് ഒരു ദേഷ്യമോ അങ്ങനെ അതുപോലെയൊക്കെ തോന്നും. അത് അങ്ങനെയൊന്നും തോന്നേണ്ട യാതൊരുവിധ കാര്യമില്ല. ബിക്കോസ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആയിട്ടുള്ളൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പൊക്കെ കാണുന്നുണ്ട് ഈ ഒരാൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും അവിടെ എഫക്റ്റ് ചെയ്യാറില്ല. ബിക്കോസ് അതിൽ വലിയ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അതൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ വേണമെന്ന് മാത്രമല്ല, ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സില്ലി ആയിട്ട് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ചില സമയത്ത് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ, ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റി ഒക്കെ സംസാരിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അതൊക്കെ ഭയങ്കര, അതായത് ഉള്ളിൽ ചിലപ്പോൾ വെളിയിൽ പറയുന്നില്ലായിരിക്കാം, പക്ഷെ അതൊക്കെ ചെറിയ എന്തിനാണ് കഴിഞ്ഞ പോയ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നത്, അതുകൊണ്ട് യാതൊരുവിധ യൂസും ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു പേഴ്സൺ. അപ്പം ആ ഒരു ഇതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ദേഷ്യമെന്നല്ല, പക്ഷെ ഒരു ഇറിറ്റേറ്റിംഗ് ആവാറുണ്ട് ആൾ. അത് നിങ്ങളോട് പറയണമെന്നില്ല, പക്ഷെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതും എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, പാസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ഞാൻ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവൾ പഴയ കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, വലിയ സീരിയസ് അല്ല, അല്ലെങ്കിൽ അവൻ സീരിയസ് അല്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉള്ളിൽ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ നെഗറ്റീവ്സൊക്കെ മാത്രമാണ് ഈ ഒരു ആളുടെ ഉള്ളിലുള്ളത്. അതല്ലാതെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ അടുത്ത് വരുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ആ എക്സ്ട്രീം ലെവലിലോട്ട് വരെയൊക്കെ പോകാറുണ്ട് സന്തോഷം കാര്യങ്ങളുമൊക്കെ. ആ പേഴ്സൺ നിങ്ങൾ എപ്പോൾ കണ്ടാലും വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡിൽ. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ എങ്ങനെയാവും ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഹാർട്ട് ബീറ്റും കാര്യങ്ങളും, അതുപോലെ നിങ്ങൾ ഏത് ടൈമിൽ കണ്ടാലും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ആ ഒരു ഫസ്റ്റ് ടൈം കാണുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് എപ്പോഴും ഉള്ളത്. പിന്നെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻ വളരെ ഡെപ്തിലാണുള്ളത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ആർക്കിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരുവിധ ടൈപ്പ് ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ആർക്കും ഈ ഒരു റിലേഷൻ തകർക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ കൂടെ തന്നെയും അതിനെയൊക്കെ ഓവർകം ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും ഒക്കെ തരണം ചെയ്ത് വെളിയിലോട്ട് വരാനുള്ള ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ എല്ലാം പ്രൊഫഷനും പേഴ്സണൽ ലൈഫും തമ്മിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ ഈ ഒരു പേഴ്സണ് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറും എല്ലാം തരണം ചെയ്ത് പോകുന്നൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൂടെ കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അതല്ലാതെ പുറത്ത് ഇതേപോലുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും അതൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സണ് കഴിയുന്നതാണ്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണിൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും മറ്റേതിൽ ഒരുപാട് ആൾക്കാർ എതിർക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട്. അപ്പോൾ നീ ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും അങ്ങനെ ഒരുപാട്. അപ്പോൾ ആ ഒരു വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു ഇതിൽ കൂടെ അറ്റ്മോസ്ഫിയറിൽ കൂടെയാണ് ഈ ഒരു പേഴ്സൺ വരുന്നത്. എങ്കിൽ കൂടെയും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും എന്ത് ചെയ്താലും ആ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളാണ്. എന്തുണ്ടായാലും ആ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ വേറെ എന്തൊക്കെ പ്രോബ്ലം വന്നാലും ചില സമയത്ത് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ അടുത്തു നിന്നുള്ളൊരു പ്രശ്നം കൊണ്ടല്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ ഒരു വ്യക്തിയോട് പെരുമാറുന്ന ആ ഒരു ഇതൊക്കെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ദേഷ്യമായിട്ടൊക്കെ ഇരിക്കാം. അങ്ങനെ അതല്ലാതെ നിങ്ങളോട് യാതൊരുവിധ ഇഷ്ടക്കുറവോ ഒന്നും തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോടില്ല. ഈ വ്യക്തി എപ്പോഴും ഒരുപാട് ഘട്ടങ്ങളിൽ കൂടെയാണ് പോകുന്നത്. അതായത് ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചൊക്കെ പ്രോബ്ലംസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടൊരു പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു എന്തൊക്കെ അയാളുടെ ലൈഫിൽ തകർച്ച വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഇരട്ടി വീണ്ടും തിരിച്ചു വരും. അത്രയും സ്ട്രോങ്ങിൽ വീണ്ടും അതിൻ്റെ ഡബിളായിട്ട് ആ വ്യക്തി തിരിച്ചു വരുന്നതാണ്. അപ്പോൾ
ഫിനാൻഷ്യൽ ആണെങ്കിലും ജോലി വൈസ് ആണെങ്കിലും എന്തും പേഴ്സൻ്റെ ലൈഫിലുണ്ടായാലും ആ പേഴ്സൺ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ്. പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ലൈഫും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ വളരെ മൈൻഡിൽ വളരെ നല്ലതുപോലെ ഉണ്ട്. സോ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവുകയില്ല. ഈവൻ അവരുടെ വേറെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ നിങ്ങളുടെ കാര്യമാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ആ പേഴ്സൻ്റെ മൈൻഡിൽ. സോ വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ ആ ഒരു പേഴ്സൺ അതൊന്നും തന്നെ വിശ്വസിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തും വരുവാണെങ്കിൽ ആ പേഴ്സൻ്റെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ആ പേഴ്സൺ നേരത്തെ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില ഫ്രണ്ട്സോ ആരെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നെഗറ്റീവൊക്കെ പറയുമ്പോൾ അതും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ അതൊക്കെ കള്ളത്തരമാണെന്ന് ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. സോ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോവുകയില്ല. നിങ്ങളുമായിട്ടുള്ളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. സോ ഇന്നത്തെ എൻ്റെ റീഡിങ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.